ലേബി ഇപ്പോൾ വൈറ്റിലയിലുണ്ട്. ലേബി നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഈ സീബ്ര ലൈൻ മറികടക്കുന്നതിന് മുൻപ്, കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് അടുത്തൊരു പോസ്റ്റും ഉണ്ടാവും. ആ പോസ്റ്റിൽ നമ്മളൊന്ന് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അവിടെ റെഡ് സിഗ്നൽ വരും. അവിടെ വാഹനങ്ങൾ നിർത്തും, നമ്മൾ നടന്നു പോകും. ഇതാണ് രീതി. ഇപ്പോൾ ഇവിടെ സീബ്ര ലൈൻ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് വൈറ്റിലയിൽ. അതും അത്യന്തം തിരക്കുള്ള ഒരു സ്ഥലമാണ്, വളരെ തിരക്ക് കൂടുതലുള്ള ഒരു സ്ഥലമാണ് വൈറ്റില എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ലേബി വൈറ്റിലയിൽ തന്നെയുണ്ട്. ലേബി ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് അല്പം തിരക്ക് കുറവായിരിക്കും. പക്ഷേ സാധാരണ പ്രവൃത്തി ദിനമാണെങ്കിൽ ഈ സമയത്ത് വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അവിടെ സീബ്ര ലൈൻ കാണാനില്ല. ആളുകൾ ഇങ്ങനെ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുകയാണ്. ഇതൊന്നും നോക്കാനും കാണാനും ആരുമില്ലേ ലേബി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും വൈറ്റിലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും തിരക്കുള്ള സ്ഥലം. ഈ ജംഗ്ഷൻ ഇത്രത്തോളം അനാസ്ഥ ഉണ്ടാകുന്ന ഒരു സ്ഥലമായി മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതു മരാമത്ത് വകുപ്പിന്റെ ഒരു കുറ്റമാണ് സീബ്ര ക്രോസിംഗ് ലൈൻ എവിടെ എന്നുള്ള ചോദ്യം ഉയരാൻ ഇടയാക്കിയിരിക്കുന്നത്. അത് വൈറ്റിലയിൽ മാത്രമല്ല, കടവന്ത്രയാകട്ടെ, MG റോഡാകട്ടെ, ഈ കൊച്ചി നഗരത്തിന്റെ ഏത് ഭാഗവുമാകട്ടെ, സീബ്ര ക്രോസിംഗുകൾ മാഞ്ഞ് അതില്ലാത്തൊരവസ്ഥയിലാണ്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു അവധി ദിവസത്തിന്റെ ഒരു ആലസ്യമാണ് നമ്മൾ ഈ വൈറ്റിലയിൽ കാണുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് അത്രയും ഗതാഗത കുരുക്കുള്ളൊരു സമയമാണ്. നമ്മൾ ഇന്നലെ വന്ന് ഇത് വാർത്ത ഈ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു 10-15 അപകടങ്ങൾ ഒഴിവാകുന്നത് നമ്മൾ നമ്മുടെ ക്യാമറ കണ്ടുകൊണ്ട് തന്നെ കണ്ടു. അത് മാത്രമല്ല, ഒരു സർക്കാർ വാഹനം ഇങ്ങനെ ആളുകൾ ഇതിനിടയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ സിഗ്നൽ നോക്കാതെ കാൽനടക്കാരങ്ങ് ഓടിപ്പാഞ്ഞു പോവുകയാണ്. ഇതിനിടയിലൂടെ പായുമ്പോൾ ഒരു വാഹനം എനിക്ക് പിന്നിൽ കാണുന്ന മീഡിയയിൽ ഇന്നലെ ഇടിച്ചു തകർന്നിരുന്നു. അതിന്റെ ദൃശ്യവും നമ്മൾ കണ്ടത് ഇന്നലെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അപകടങ്ങൾ പലപ്പോഴും ആളപായം ഒഴിവാകുന്നത് മുടിനാരിഴയ്ക്കാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത്തരം നോക്കുകുത്തിയായി ഇവിടുത്തെ ട്രാഫിക് സംവിധാനം മാറുന്നത്. വല്ലപ്പോഴും അവിടെയോ ഇവിടെയോ വല്ലൊരു ട്രാഫിക് വാർഡർ ഉണ്ടെങ്കിൽ പോലും ഈ ട്രാഫിക് വാർഡറിനും ഈ ആളുകൾ ഇങ്ങനെ ഈ സീബ്ര ക്രോസിംഗ് ലൈൻ ഇല്ല എന്നുള്ളത് വാസ്തവം. പക്ഷെ എന്നാൽ പോലും സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം കാൽനട യാത്രക്കാർക്കുണ്ട്. എന്നാൽ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്ന സമയം പച്ച കത്തി കിടന്ന വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് എല്ലാ ഭാഗത്തു നിന്നും ഈ ട്രാഫിക് വയലേഷന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ വൈറ്റിലയിൽ കാണുന്നത്. എല്ലാ ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഓടിപ്പാഞ്ഞു വരുമ്പോൾ ഈ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് ഇവിടെ ഇത്തരത്തിൽ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാഹനങ്ങൾക്ക് വല്ലാത്ത ഭീഷണി ഉയർത്തുന്നു, അപകടാവസ്ഥ ഉണ്ടാക്കുന്നു എന്നത് മാത്രമല്ല, അവരുടെ ജീവനും അപകടത്തിലാണ്. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ യാതൊരു സംവിധാനവുമില്ല. അതുമാത്രമല്ല, ഈ സീബ്ര ക്രോസിംഗ് ലൈനിന്റെ കാര്യം കൂടെ ഒന്ന് പറയട്ടെ ഡോക്ടർ അരുൺ. കഴിഞ്ഞ മാസം 25-നാണ് ഹൈക്കോടതി ഇതിൽ ചോദ്യം ഉന്നയിച്ചത്. എവിടെയാണ് കൊച്ചി നഗരത്തിലെ സീബ്ര ക്രോസിംഗ് ലൈൻ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് ഈ ചോദ്യം ഉയർത്തിയത്. അത് മാത്രമല്ല, നേരിട്ട് ഹാജരായി ഇതിന്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിനോടും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിനോടും. എന്നിട്ട് എവിടെയാണ് ഈ അധികാരികളൊക്കെ? എല്ലാവരും നോക്കുകുത്തിയാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. താങ്ക് യു ലേബി. ഇതെങ്കിലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒക്കെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചതാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തുന്ന അവസ്ഥയാണ്. ഇവിടെ സീബ്ര ലൈൻ എവിടെയുണ്ട് എന്നത് അന്വേഷിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയില്ല. വിദേശത്താണെങ്കിൽ സീബ്ര ലൈന് മുമ്പിൽ പോയി സ്വിച്ച് ഇട്ട് നിന്നാൽ ലൈറ്റുകൾ തെളിയും. ഇവിടെ സീബ്ര ലൈൻ അന്വേഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ് വൈറ്റിലയിലെ സാഹചര്യങ്ങൾ. എന്തായാലും അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുമരാമത്ത് വകുപ്പും അതേപോലെ മോട്ടോർ വാഹന വകുപ്പും.